മക്കളെ, നമുക്ക് ഇന്ന് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ഹിന്ദി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗണ്ട് പടേം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 1. एक बंदर पेड़ पर बैठा था, उसकी पूंछ बहुत लंबी थी, पेड़ के नीचे एक गिलहरी थी, वह बंदर की पूंछ को झूला समझकर झूलने लगी. बंदर को गुदगुदी हुई. ഗുദ്ഗുദി എന്നതിന്റെ മീനിങ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. പേട് പർ കോൻ ബൈഠാതാ. പേട് പർ ആരാണ്? ബന്ദർ അല്ലേ? ഏക്ക് ബന്ദർ പേട് പർ. അപ്പൊ പേട് പർ കോൻ ബൈഠാതാ? ബന്ദർ. അടുത്തത്, ബന്ദർ കി പൂഞ്ച് കൈസി ദി. ബന്ദർ കി പൂഞ്ച് ലംബി. ലംബി കണ്ടോ? അപ്പൊ എന്താണ്? ബന്ദർ കി പൂഞ്ച് ലംബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗിൽഹരി കഹാം ദി. ഗിൽഹരി पेड़ के नीचे. ഗിൽഹരി पेड़ के नीचे. എവിടെ? पेड़ के नीचे. ഇതാണ് കേട്ടോ ശരിയായിട്ടുള്ള ആൻസർ. पेड़ के नीचे. ഇത് വേറെ കുട്ടീൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. पेड़ के नीचे. ഇനി അടുത്തത്, സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ശരിയായിട്ടുള്ള പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. गिलहरी ने पूंछ को लदा समझी, गिलहरी ने पूंछ को रस्सी समझी, गिलहरी ने पूंछ को झूला समझा, गिलहरी ने पूंछ को सांप समझा. എന്താണ് ഗിൽഹരി? ജൂല അല്ലേ? ഗിൽഹരി ബന്ദർ കെ പൂഞ്ച് കോ ജൂല സമझ. എന്താണ് ആൻസർ? ജൂല സമझ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ജൂല സമझ. ഇനി അടുത്തത് നോക്കാം. കിസ്കോ ഗുദ്ഗുദി ഹുയി. ഗിൽഹരിക്കോ അല്ലെ? ഗിൽഹരിക്കാണ് ഇക്കിളിയായത്. ഗിൽഹരിക്കോ. ഇതാണ് കറക്റ്റായ ആൻസർ ഫസ്റ്റത്തത്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. बादल दानी कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. प्यासी चिड़िया प्यासी गैया, गाली है सब ताल तलैया, सूखे घाट पड़ी है नैया, हुई मछलियों को हैरानी. घाट पर क्या पड़ी है? ഈ കവിത വായിച്ചാൽ നമുക്ക് കിട്ടും. ഘാട്ട് पर എന്താണ്? നയ്യ. കണ്ടോ? നയ്യ. ആൻസറിൽ അതുണ്ടായിരിക്കും. നയ്യ. ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. നയ്യ. ഇനി അടുത്തത് നോക്കാം. पानी जीवन का आधार है, इस आशय पर പോസ്റ്റർ തയ്യാർ കരേ. അപ്പൊ സൂചന ദേനെ വാല പോസ്റ്റർ ആണ്. അതായത് പാനി ജീവൻ കാ ആധാർ എന്നാണ് നിങ്ങൾ ആ പോസ്റ്ററിൽ കൊടുക്കേണ്ടത്. അത് കൂടാതെ നിങ്ങൾ പാനിയെ കുറിച്ച് പഠിച്ച ഒരു സെന്റൻസ് കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. പാനി അമൂല്യ ഹേ, ഉസേ ബർബാദ് ന കരോ. അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാനി കെ ബിനാ ജീ നഹി സക്താ. അങ്ങനെ സെന്റൻസുകൾ പഠിച്ചതാണല്ലോ. അപ്പൊ പഠിച്ച ഒരു സെന്റൻസും കൂടെ അതിലേക്ക് എഴുതുക. എന്നിട്ട് ബോക്സ് വരയ്ക്കുക, പിക്ചർ വരയ്ക്കുക, വൃത്തിയായിട്ട് ചെയ്യാം. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. हिंदुस्तान हमारा लेख का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. घने पेड़ों से सजे पर्वत, गिलगिलाकर बहती नदियां, काली घटा से अपने बालों को गोलकर झूमती बारिश, हरा गंगरा पहनकर नाचते लहलहाते गीत, सब भारत की अपनी विशेषताएं है. लेख में किस देश की विशेषताएं बताती है? ഏത് ദേശത്തിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ? ഭാരത് അല്ലേ? ഭാരത് കി വിശേഷതായം പറഞ്ഞല്ലേ? ആ ഭാരതത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സഹി മിലാൻ കരയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗേത്ത്. ഗേത്ത് നമ്മൾ ഈ പാരഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് തന്നത്. നമുക്ക് ഇതിലിതാ ഇവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഗേത്ത് ഗേത്ത് എന്താണ്? ഹരാ ഗംഗര പഹൻകർ നാച്ചത്തെ ലഹുലഹാത്തെ ഗീത്ത്. അപ്പൊ എന്താണ്? നാച്ചത്തെ ലഹുലഹാത്തെയാണ്. ഇതില് ഹരാ ഗംഗര പഹൻകർ നാച്ചത്തെ ഹേ. കണ്ടോ? ഹരാ ഗംഗര പഹൻകർ നാച്ചത്തെ ഹേ ആണ് ഗീത്ത്. ഇതാണ് അതിന്റെ ആൻസർ. 1 നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ആൻസർ പർവ്വത്. ഗനെ പേടോം സെ സജേ പർവ്വത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കിട്ടും. ഗനെ പേടോം സെ സജേ പർവ്വത്. ഇനി അടുത്തത് മൂന്നാമത്തതാണ് ബാരിഷ്. ബാരിഷ് ബാലോं को गोलकर झूमती है. बारिश. നദിയാ ഗിൽഗിലാക്കർ ബഹത്തി. നദിയാ ഗിൽഗിലാക്കർ ബഹത്തി നദിയാം. ഇതിലുണ്ട് അല്ലേ ഈ പാരഗ്രാഫില്. പിന്നെ ബാരിഷും നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈ പാരഗ്രാഫിലുണ്ട്. ഇതൊക്കെ
ബാലോം കി ഗോൽക്കർ ജൂമത്തി ബാരിഷ്. അതാണ് ഇവിടെ തന്നത് കേട്ടോ. ബാലോം കോ ഗോൽക്കർ ജൂമത്തി. ഇനി അടുത്തത് നോക്കാം. ചിത്ര കോ പഹ്ചാനേം ഓർ വർഗ പഹേലി ബൂഞ്ചായേ. വർഗ പഹേലി തയ്യാറാക്കാൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഈ എന്താണ് പിക്ചറിന്റെ ഒക്കെ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിക്ചറിന്റെ നെയിം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പിക്ചർ നോക്കാം. മേണ്ടക്കാണ്. മേണ്ടക്കിനെ എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്? നേരെ എഴുതണം. ദായി വലത്തോട്ട് മേണ്ടക്ക് അങ്ങനെ എഴുതി കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ പിക്ചർ ബാദലാണ് അല്ലേ. ബാദൽ ഇവിടെ തന്നിട്ടുണ്ട്. 2 ബാദൽ. ബാദൽ എങ്ങനെയാണ് എഴുതേണ്ടത്? എങ്ങനെയാണ് എഴുതാൻ പറഞ്ഞത്? നേരെയാണ് എഴുതാൻ പറഞ്ഞല്ലേ. അപ്പൊ 2ന്റെ ഇവിടെ ബാദൽ അങ്ങനെ എഴുതി കൊടുക്കുക. ബാ ദ ല എഴുതി കൊടുക്കുക. പിന്നെ അടുത്തത് അഞ്ചാമത്തെയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ നേരെയാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ഇവിടെയാണ് എഴുതുന്നത്. ഹിരൺ. മൂന്നാമത്തെ ഇവിടെ ഉണ്ട്. ഹിരൺ എന്നുണ്ട് കണ്ടാ. ഹിരൺ. ഹീര പിന്നെ ണാന്ന് എഴുതാം. ഹിരൺ. ഇനി അടുത്തത് 4. രണ്ടും താഴോട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. നാലാമത്തത് ഫൂലാണ്. ഫൂൽ. നാലാമത്തത് ഫൂൽ. നാലാമത്തെ ബോക്സ് എവിടെ? നാലാമത്തെ ബോക്സിൽ നമ്മൾ ഫൂൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തതാണ് മോർ. മോർ എന്നാണ് എഴുതേണ്ടത്. മോ എന്ന് എഴുതിയാൽ മതി. രാ ഇവിടെ ഉണ്ടായിരിക്കും. മൂന്നാമത്തത് എന്തായിരുന്നു നമുക്ക് എഴുതാണ്ടായിരുന്നത്? ഹിരണാണ്. അപ്പൊ ഹിരന്റെ രാ ഇവിടെ ഉണ്ട്. നമ്മൾ മോ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. जगमग तारा कविता की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखे. देश हमारा चमके जैसे जगमग तारा. देश हमारा सत्य अहिंसा का रघुवारा. देश हमारा बलिदानों ने उसे संवारा. बदन का समान अर्थ वाला शब्द कविता से चुनकर लिखिए. ബദൻ എന്നതിന്റെ അതേ അർത്ഥം വരുന്ന ശബ്ദ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ദേശ് അല്ലേ. ദേശ് ഹമാര. ഇനി അടുത്തത് കവിതാംശ സേ തുകാന്ത് ശബ്ദ ചുൻകർ ലിഖി. ഹമാര താര എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തുകാന്ത് ശബ്ദം തിരഞ്ഞെടുത്താനാണ് പറഞ്ഞത്. ഹമാര രഘുവാര ഉണ്ട്. ഹമാര സംവാര ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും നിങ്ങൾ എഴുതാം. രഘുവാര സംവാര. ഹമാര താരയാണ് ഇവിടെ എഴുതിയത്. ഹമാര രഘുവാര എഴുതാം. ഹമാര സംവാര എന്ന് എഴുതാം. 2 എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇനി അടുത്ത നോക്കാം. ബലിദാനോം ने हमारे देश का संरक्षण किया है. एक आशय वाली पंक्तियां कवितांश से चुनकर लिखिए. ഈ ആശയം വരുന്ന വരി കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. ബലിദാനോം ने हमारे देश को संरक्षण किया है. देश हमारा बलिदानों ने उसे संवारा. ഇനി അടുത്തത് നോക്കാം. ചിത്ര പഹ്ചാനേം ഓർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ്. ചിത്രം കണ്ട് മനസ്സിലാക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ചിത്ര കേലിയെ ശീർഷക് ദേം. ഇതിന് ഉചിതമായ ഒരു ശീർഷകം നൽകാനാണ് പറഞ്ഞത്. ഇതിന് ഉചിതമായ ഒരു ശീർഷകം കൊടുക്കുക. എന്താണ്? ബാരിഷ് എന്ന് വേണമെങ്കിൽ കൊടുക്കുക അല്ലെ. മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കതിന് ഉചിതമായ ശീർഷകം എന്താ കൊടുക്കുക? ബാരിഷ് എന്ന് കൊടുക്കാം. ഇനി ചിത്ര കെ ആധാർ പർ വിവരൺ തയ്യാർ കരേ. ഈ ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം? വിവരണം തയ്യാറാക്കണം. എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്? एक लड़का बैठा है. घर पानी में डूब गया है. घर के पीछे पेड़ है. घर के सामने नाव है. പാനി മേ മച്ഛലി ഹേ. മേണ്ടക് ഹേ അല്ലേ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് നിങ്ങളൊന്ന് എഴുതിയാൽ തന്നെ മതി വിവരണ രൂപത്തിൽ. ഓക്കെ. അപ്പൊ അത്രയാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരും ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്.